ഓം നമോ നാരായണായ. നാരായണീയം ദശകം 14 കപിലാവതാരം. ഹിരണ്യാക്ഷൻ കൊണ്ടുപോയ ഭൂമിയെ ഭഗവാൻ വരാഹരൂപമെടുത്ത് ഉദ്ധരിച്ച് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതിനു ശേഷം സ്വയംഭൂമനുവിൻ്റെ പ്രജാസൃഷ്ടിയെക്കുറിച്ചാണ് ഈ ദശകത്തിൽ വിവരിക്കുന്നത്. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനുപങ്കജസംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. ഭഗവാനാൽ ഭൂമിയെ വീണ്ടുകിട്ടിയതിനു ശേഷം മന്വന്തരത്തിൻ്റെ അധിപനായ സ്വയംഭൗമനു ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ വേണ്ട പോലെ സ്മരിച്ചു. ഭഗവാന്റെ അവതാരകഥകൾ എല്ലായ്പ്പോഴും പ്രകീർത്തിച്ചു. അങ്ങനെ ഭഗവാന്റെ പരമഭക്തനായി ഭഗവത് അനുഗ്രഹം കൊണ്ട് തൻ്റെ മന്വന്തരകാലം മുഴുവൻ ഒരു ആപത്തും കൂടാതെ സുഖമായി കഴിഞ്ഞു. സമയേ ഖലു തത്ര കർദ്ധമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവൻ ത്വാമയുധം സമാസിഷേവേ. അക്കാലത്ത് ബ്രഹ്മാവും സൃഷ്ടി നടത്തുന്നുണ്ട്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്ന് കർദമൻ എന്നു പേരായ പ്രജാപതി ഉണ്ടാകുന്നു. ആ കർദമൻ പിതാവായ ബ്രഹ്മാവിൻ്റെ ആജ്ഞയനുസരിച്ച് പ്രജാസൃഷ്ടിയിൽ തൽപരനാകുന്നു. എന്നിട്ട് നല്ല സന്തതികൾ ഉണ്ടാകാനായി സർവാംഗസുന്ദരനായ ഭഗവാനെ തന്നെ വളരെ കാലം ഏകാഗ്രമനസ്സോടെ സേവിച്ചു. കർദമന് ഭഗവാൻ പ്രത്യക്ഷനാകുന്നു. ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോ ത്വം വപുരാവിഷ്കരുഷേ സ്മ കർദമായ. തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർദമ പ്രജാപതിക്ക് മുമ്പിൽ ഭഗവാൻ ഗരുഡാരൂഢനായി കയ്യിൽ കളിത്താമരപ്പൂവേന്തി മന്ദഹാസം കൊണ്ട് മനോഹരമായ മുഖത്തോടുകൂടിയതുമായ വിഗ്രഹത്തോടെ പ്രത്യക്ഷനായി. ഭഗവാൻ കർദമനെ അനുഗ്രഹിക്കുന്നു. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാഭിപുത്രീ കപിലഞ്ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോഭൂ. സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നവനും ആനന്ദം കൊണ്ട് ദേഹമെല്ലാം രോമാഞ്ചം കൊള്ളുന്നവനുമായ കർദമനോട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. സ്വയംഭൂമനു തൻ്റെ പുത്രിയെ കർദമന് പത്നിയായി ദാനം ചെയ്യുമെന്നും അവർക്ക് 9 പുത്രിമാരും ഭഗവാന്റെ തന്നെ അംശഭൂതനായ കപിലൻ എന്ന നാമത്തിൽ ഒരു പുത്രനും ഉണ്ടാകുമെന്ന വരവും ഒടുവിൽ മോക്ഷപ്രാപ്തിയെയും നൽകി അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു. സ്വയംഭൂമനു കർദമനെ സമീപിക്കുന്നു. സമനുശതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ട സമഗാത് കർദമമാഗതി പ്രതീക്ഷം. അങ്ങനെ കർദമൻ സ്വയംഭൂമനുവിൻ്റെ വരവും കാത്തിരുന്നു. ആ സമയത്ത് സ്വയംഭൂമനുവിൻ്റെ അടുത്തേക്ക് ഭഗവാന്റെ പ്രേരണയാൽ നാരദമുനി എത്തുന്നു. എന്നിട്ട് കർദമ പ്രജാപതിയുടെ ഗുണഗണങ്ങൾ മനുവിന് വർണ്ണിച്ചു കൊടുത്തു. കർദമന് തൻ്റെ പുത്രിയെ വിവാഹം ചെയ്ത് കൊടുക്കണമെന്ന് മനുവിനെ ഉപദേശിക്കുകയും ചെയ്തു. അപ്പോൾ സ്വയംഭൂമനു തൻ്റെ പത്നി ശതരൂപയോടും പുത്രിയായ ദേവഹൂതിയോടും കൂടി കർദമ പ്രജാപതിയുടെ അടുത്തെത്തി. കർദമൻ ദേവഹൂതിയെ വിവാഹം ചെയ്യുന്നു. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. നാരദ മഹർഷി പറഞ്ഞതനുസരിച്ച് മനു ദേവഹൂതിയെ കർദമന് വിവാഹം ചെയ്തു കൊടുത്തു. എന്നാൽ ദേവഹൂതിയെ പത്നിയായി സ്വീകരിച്ചെങ്കിലും കർദമന് വിഷയസുഖങ്ങളിലൊന്നും ആസക്തി ഉണ്ടായില്ല. കർദമൻ ഭഗവത് ആരാധനയിൽ തന്നെ താൽപ്പര്യമുള്ളവനായി തുടർന്നു. ദേവഹൂതിയാകട്ടെ ഭക്തിയോടുകൂടി തൻ്റെ ഭർത്താവിൻ്റെ ദിനചര്യകളിൽ അതീവ ശ്രദ്ധ ചെലുത്തി ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിഞ്ഞു. അങ്ങനെ വളരെ കാലത്തെ ദേവഹൂതിയുടെ ശുശ്രൂഷ കൊണ്ട് സന്തോഷിച്ച കർദമൻ അവളിൽ ആസക്തിയുള്ളവനായി തുടങ്ങി.
കർദമന്റെയും ദേവഹൂതിയുടെയും പിന്നീടുള്ള ജീവിതം വിവരിക്കുകയാണ് 7ാമത്തെ ശ്ലോകത്തിൽ. സപ്പുനസ്ത്വതുപാസന പ്രഭാവാദ് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദ്ദേവപഥേഷു ദേവഹൂത്യാ. കർദമ പ്രജാപതി തൻ്റെ പത്നിയുടെ അഭീഷ്ടം സാധിച്ചു കൊടുക്കുന്നതിനായി തൻ്റെ തപശക്തി കൊണ്ട് ദിവ്യമായ വിമാനം നിർമ്മിച്ചു എന്ന് പറയുന്നു. ആ വിമാനം സകലവിധ സമ്പത്തോടു കൂടിയതായിരുന്നു. മാത്രമല്ല സുന്ദരിമാരായ അനേകം പരിചാരകരും നിറഞ്ഞതായിരുന്നു. അങ്ങനെയുള്ള വിമാനത്തിൽ പുതിയതായി മനോഹര ശരീരം സ്വീകരിച്ച കർദമ പ്രജാപതി ദേവഹൂതിയോടൊത്ത് ദേവലോകത്തിലെ സുന്ദരമായ ഉദ്യാനങ്ങളിലും മനോഹരമായ സ്ഥലങ്ങളിലും ദേവഹൂതിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് വളരെ കാലം വിഹരിച്ചു. ശതവർഷമഥ വ്യതീത്യ സോയം നവകന്യാസമവാപ്യ ധന്യരൂപ വനയാന സമുദ്യതോപി കാന്താഹിതകൃത്വജ്ജനനോത്സുകോന്യവാസീത്. പിന്നീട് ഭഗവാന്റെ വരപ്രസാദമനുസരിച്ച് കർദമ ദേവഹൂതി ദമ്പതികൾക്ക് സുന്ദരികളായ 9 പുത്രിമാരുണ്ടായി. ശേഷം കർദമൻ തപസ്സു ചെയ്യാനായി ഗൃഹസ്ഥാശ്രമം വെടിഞ്ഞ് കാട്ടിലേക്ക് പോകാനൊരുങ്ങി. എന്നാൽ ദേവഹൂതിയുടെ ആഗ്രഹപ്രകാരം പുത്രഭാവത്തിലുള്ള ഭഗവാന്റെ അവതാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഗൃഹസ്ഥ ജീവിതം തുടർന്നു. ഭഗവാൻ കപിലനായി അവതരിക്കുന്നു. നിജഭർതൃഗിരാ ഭവന്നിഷേവ നിരതായാമഥ ദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. പിന്നീട് ഭഗവത് അംശത്തെ ഗർഭം ധരിക്കാൻ തൻ്റെ ഭർത്താവിൻ്റെ ഉപദേശമനുസരിച്ച് ദേവഹൂതി ഭഗവത് ആരാധനയിൽ മുഴുകി. അങ്ങനെ ഭഗവത് ആരാധന നടത്തിയതിനു ശേഷം സമസ്ത ലോകങ്ങൾക്കും പരമാത്മാവിൻ്റെയും 24 തത്വങ്ങളുടെയും ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതിനായി ഭഗവാൻ കപിലനായി അവർക്ക് അവതരിച്ചു. കർദമന്റെ വനയാത്ര വിവരിക്കുന്നു. വനമേയുഷി കർദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഘാത്. കർദമൻ തൻ്റെ പുത്രിമാരെ ബ്രഹ്മപുത്രന്മാരായ മരീചി മുതലായ മഹർഷിമാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഭഗവാൻ പുത്രനായി അവതരിച്ചതുമൂലം കൃതാർത്ഥത കൊണ്ട് സന്തോഷിച്ചു. അങ്ങനെ ഗൃഹസ്ഥ ജീവിതത്തിൽ ചാരിതാർത്ഥ്യം നേടി സന്തോഷിച്ച കർദമ പ്രജാപതി ശിഷ്ടജീവിതം നയിക്കുന്നതിന് വനത്തിലേക്ക് യാത്രയായി. കർദമൻ വനത്തിലേക്ക് പോയതിൽ പിന്നെ മാതാവിന് സമഗ്രമായ സിദ്ധാന്തത്തെ ഉപദേശിക്കുന്നവനായ ഭഗവാനെ, അവിടുന്ന് രോഗസമൂഹത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു.